Doctors. Good morning. So Gulf Morningil ഇപ്പോൾ റേഡിയോ ക്ലിനിക്കിനുള്ള സമയമാണ്. നമ്മൾ ഓൺ എയറും അതുപോലെ തന്നെ റേഡിയോ കേരളം 1476 AM ഡേ സോഷ്യൽ മീഡിയ പേജസിൽ ലൈവ് ആണ്. ആൻഡ് ഐ ഹാവ് എ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിത്ത് മീ ഫ്രം NMC Royal Medical Center, Ras Al Khaimah, Dr. Abraham Vinod, specialist orthodontist. Namaskaram, doctor. Good morning, ma'am, and thank you for having me here. So I know you're coming all the way from Ras Al Khaimah, so I know you started your day very early. Yeah. എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് normally? Probably 6:30. ഇറങ്ങി. Knowing Dubai, we wanted to be here on time. On time. Okay. So normally നമ്മളുടെ ഈ ഒരു ഓർത്തോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞ UAE വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. പലരും വിചാരിക്കും നമ്മളെ കൊണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അവിടെ നമ്മൾ നാട്ടിൽ പോയി ചെയ്യാം. ഒരു പല്ല് വേദന ആണെങ്കിൽ പോലും പലരും ആ വേദന വെച്ചിട്ട് തന്നെ നാട്ടിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. സോ ഡു യു തിങ്ക് ഡെന്റിസ്ട്രി ഇവിടെ എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ക്യൂർസ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലോട്ട് പോവാതെ തന്നെ വളരെ നേരത്തെ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ അത് അത്രയും എക്സ്പെൻസീവ് ആവാതിരിക്കോ? To a certain extent, ma'am. നമ്മുടെ ഹെൽത്ത് കെയർ വന്ന് if proper structure is made, which is what is happening in UAE, where നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, where you can do screening early and things like that. To a certain extent, നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ മിനിമൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഈവൻ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ഇപ്പോൾ ഓർത്തോഡോണ്ടിസ്ട്രി എന്ന് പറയുമ്പോൾ പല്ലിൽ കമ്പിയിടുക, നമ്മൾ മലയാളത്തിൽ എളുപ്പത്തിൽ പറയാം, അല്ലെങ്കിൽ ബ്രേസസ്. ഇപ്പോൾ ഒരു റീസൺ ട്രെൻഡ് വെച്ച് തുടങ്ങാം, ക്ലിയർ അലൈനേഴ്സ്. അതാണ് എനിക്കൊന്നു സെലിബ്രിറ്റീസ് ആണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് അതാണ്. അതായത് പണ്ടത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു മെറ്റൽ ലുക്ക് ഇല്ല. ഇറ്റ്സ് മച്ച് മോർ ക്ലിയറർ, യുവർ സ്മൈൽ ഇസ് മച്ച് മോർ ബ്രൈറ്റർ. സോ അതിനെ കുറിച്ച് പറയാമോ? ക്ലിയർ അലൈനേഴ്സ് വന്ന് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു അപ്ലയൻസ് ആണ്. അതായത് അഡ്വാൻറ്റേജസ് വന്ന് ഫസ്റ്റ് ഇറ്റ് ഈസ് റിമൂവബിൾ, ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ്, there is no metal, it is made of medical grade plastic. സെക്കൻഡ് വന്ന് ടെക്നോളജി യൂസ് ചെയ്ത് നമ്മുടെ പല്ലിൻ്റെ ഇമേജ് 3 ഡയമെൻഷനായിട്ട് കാണാൻ പറ്റും. കമ്പ്യൂട്ടറിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന റിസൾട്ട് വേണ്ടതെന്ന്. എന്നിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓരോ പേഷ്യൻറ്റിനും അപ്ലയൻസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്ലയൻസ് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഗ്ലൗസ് പോലെ ആയിരിക്കും പല്ല് ഫിറ്റ് ചെയ്യുന്നത്. സോ നമുക്കത് പൊതുവെ കാണാൻ പറ്റുമല്ലോ. സോ ആൻഡ് ഇഫ് യു ഹാവ് എ സോഷ്യൽ എമർജൻസി നമുക്കത് ഊരി വയ്ക്കാം, കഴിക്കാൻ നേരത്തെ നമുക്ക് ഊരി വെക്കാം. സോ യു ഹാവ് ഓൾ ദി അഡ്വാൻറ്റേജസ് ഓഫ് നോട്ട് ഹാവിംഗ് ബ്രേസസ് വെനെവർ യു വാണ്ട് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പ്രൊനൗൺസിയേഷനൊക്കെ അത് ബാധിക്കോ? Initially, like anything new, it will take at least 2 to 7 days for you to get used to. I'm sure radio talk show, I think you will find it difficult in the beginning, but maybe 2-3 days and you will actually not notice it even. ഇപ്പോൾ ഈ അലൈനേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെയിം ബ്രേസസ്, they both work same or both are different? In principle, both these appliances are for moving teeth. Okay. So what braces will do a little more, the aligner will do in stages. So that is the only difference. But more or less, whatever mild and moderate problems, you can use both appliances to treat. ഇപ്പോൾ ഈ ബ്രേസസ് അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് കുട്ടികളിൽ ഏത് ഏജ് തൊട്ടാണ് പ്രിഫർ ചെയ്യുന്നത്? Treatment as such വന്ന് ഇപ്പോൾ പല്ല് നീക്കാനുള്ള ട്രീറ്റ്മെന്റ്സ് we start sometimes even at 9, 10, 11 years also. But the common belief is that 12 തൊട്ട് തുടങ്ങാമെന്നാണ്. But aligners are used selectively for children also. Okay. Not on a regular basis. ഇപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ടീത്ത് ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? Most of the problems children വരുന്നത് ഈ മിൽക്ക് ടീത്ത് കേടായിട്ട് വീഴുന്നത്, ഇല്ലെങ്കിൽ ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ പല്ല് നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് മിൽക്ക് ടീത്തിൻ്റെ കുഴപ്പങ്ങൾ അഫക്ട് ദ പെർമനൻറ്റ് ടീത്ത്. ആൻഡ് ദെൻ പെർമനൻറ്റ് ടീത്ത് ഡോണ്ട് കം പ്രോപ്പർലി ബിക്കോസ് ഓഫ് ദറ്റ്. സോ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമേ കണ്ടിരുന്നെങ്കിൽ, കുറേ കാര്യങ്ങൾ നമ്മൾ മിൽക്ക് ടീത്ത് നോക്കിയിരുന്നെങ്കിൽ യു ക്യാൻ മോർ ഓർ ലെസ് അവോയ്ഡ് എ സർട്ടൻ part of orthodontic treatment. ഈ മിൽക്ക് ടീത്തിൽ വരുന്ന പ്രോബ്ലംസ് ഏതൊക്കെയായിരിക്കും കോമൺ ആയി കാണുന്നത്? Starting from simple cavities from bad brushing, there are a lot of people who have nursing bottle caries, that is babies actually sleep with the feeding bottle in the mouth. പിന്നെ എല്ലാ പല്ലും കേടാവും. So milk teeth വന്ന് പ്രത്യേകമായിട്ട് it has to stay there for at least 6 years in an infant, and from 6 years the permanent teeth start coming in. So what we notice is കുറേ പേർക്ക് decay starts even at 3 years, 4 years. And then ആ മിൽക്ക് ടീത്ത് വന്ന് എടുത്ത് കളയേണ്ട സ്റ്റേജിൽ വരും. സോ ആ 2-year ഗ്യാപ്പിൽ ലോട്ട് ഓഫ് തിങ്സ് ഗോ റോങ്, ആൻഡ് ദ പെർമനന്റ് ടീത്ത് വിച്ച് യൂഷ്വലി ഇസ് ഗൈഡഡ് ബൈ മിൽക്ക് ടീത്ത് ഇസ് ഓൾസോ നോട്ട് ഗൈഡഡ്.
സോ അതിൽ നിന്ന് വരുന്ന ഇഷ്യൂസ്, അതുകൊണ്ട് പല്ലിന്റെ പൊസിഷൻ മാറി വരും, ഇങ്ങനെയൊക്കെ. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്, അത് കുഴപ്പമില്ല, ഈ പല്ല് പോയി അടുത്ത പല്ല് നന്നായി വരും എന്നുള്ളത്. പക്ഷെ ഈ പല്ലിന്റെ എഫക്റ്റ് ആ വരാൻ പോകുന്ന പല്ലിനും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികളിലാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ബ്രേസേഴ്സ് ഇടുമ്പോൾ മെറ്റൽ ബ്രേസേഴ്സ് ആണോ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് ആണോ? Personally, if you ask me, I'd prefer metal braces for children because there is a lot that is being done and maybe I'm less dependent on the patient. ഇപ്പോൾ പിള്ളേർ വന്ന് അലൈനർ ഇടാൻ നേരത്ത് അവരത് വായിലിടണം. അലൈനർ, റിമെമ്പർ, is a removable appliance. So I have to trust. So I'll have less confidence executing a treatment or finishing a treatment if I'm on aligners with children. ഓക്കെ. ഇപ്പോൾ നമ്മൾ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരുപോലെ ഓൺ എ ഡെയിലി ബേസിസ് ടീത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഇയറിൽ നമ്മളൊരു ഡെന്റൽ ചെക്കപ്പ് വൺസ് ഇൻ 6 months ആണോ, വൺസ് ഇൻ 3 months ആണോ? നമ്മൾ എന്തൊക്കെയാണ് റുട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോർ അവർ ടീത്ത്? Starting with brushing habits, I'd recommend definitely twice a day brushing. That will be the best. And in terms of dental checkup, at least once a year, if not once in 6 months. At least once a year, go for your checkups so that you can make sure that there are issues which are sorted or nothing is becoming too major or thing like that. That is my simple recommendation. ഇപ്പോൾ ടൂത്ത് പേസ്റ്റുകളാണെങ്കിൽ പോലും we have got lots of flavors, lot of gel. So as a dentist, what we have a lot prefer? of flavors and a lot of whitening agents. Adhe. My recommendation is you can select whichever toothpaste you want as long as you're brushing properly and you use something which is a soft toothbrush rather than something that is really hard. എല്ലാവരുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഹാർഡ് യൂസ് ചെയ്താൽ പല്ല് തേച്ചെടുക്കുന്ന ഇത് ഇച്ചിരി കുറയ്ക്കണം. ഞങ്ങൾ കൂടുതലും കണ്ടിരിക്കുന്ന എക്സസീവ് ബ്രഷിങ്, അതായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ഇടയ്ക്കായിട്ട് കണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി അഡൾട്ട്സ്, ദേ വോണ്ട് ടു ഹാവ് ടീത്ത് വിച്ച് ഇസ് റിയലി വൈറ്റ് ആൻഡ് ദേ എൻഡ് അപ്പ് ബ്രഷിങ്. പിന്നെ സെൻസിറ്റിവിറ്റിയും അങ്ങനെ ഒരു കുഴപ്പങ്ങൾ തുടങ്ങി വരും. ഓക്കെ. ഞാൻ എന്റെ മനസ്സിൽ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഐ തോട്ട് മീഡിയം ഓർ ഹാർഡ് യൂസ്. ഇല്ല, even me the same thing, and then slowly we all shifted to sensitive എന്ന് പറഞ്ഞ ടൂത്ത് ബ്രഷസ് ഉണ്ട് which is very soft. So any of those brands you can try and use a softer way of brushing. ഓർത്തോഡോണ്ടിക്സിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഞങ്ങൾ ജനറൽ ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ പല്ലിന്റെ ഇറഗുലാരിറ്റീസിന്റെ കറക്ഷൻ ആണ് ഒരു മേജർ സെഗ്മെന്റ് ഓഫ് ട്രീറ്റ്മെന്റ്. അതല്ലാതെ വന്ന് വി ഹാവ് സ്ലോലി മൂവ് ടു കോസ്മെറ്റിക് ആസ്പെക്ട്സ് വേർ പല്ലിന്റെ മേക്ക് ഓവേഴ്സ് ആർ ബീങ് ഡൺ അലോങ് വിത്ത് ഓർത്തോഡോണ്ടിക്സ്. ഓൾസോ jaw surgeries to a certain extent in certain people who have jaw irregularities. അതുകൊണ്ട് ഫേസിന്റെ അപ്പിയറൻസ് ഡിഫറെന്റ് ആവാൻ നേരത്ത് അത് ശരിയാക്കാനുള്ള കറക്ഷൻസും ഇസ് ഓൾസോ പാർട്ട് ഓഫ് ഓർത്തോഡോണ്ടിക്സ്. റേഡിയോ കിലോ 1476 സെയിം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിസണേഴ്സിനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടർ വിനോദിനോട് ചോദിക്കാം. UAE ടോൾ ഫ്രീ നമ്പർ 800-1476. മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ 009714525146. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പ് ചെയ്യുന്ന നമ്പർ 009715082146. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. സജു ആണ് ചോദിച്ചിരിക്കുന്നത്, ബ്രേസേഴ്സ് ഇട്ട് നമ്മളിപ്പോൾ ദുബായിലോട്ട് വരുന്നുണ്ട്, അതിന് പ്രോപ്പർ ടൈറ്റനിങ് ഒക്കെ ഞാൻ നാട്ടിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടുത്തെ ഒരു ക്ലിനിക്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ബ്രേസേഴ്സ് റിമൂവ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇസ് സംതിങ് ഞങ്ങൾ ആസ് പ്രാക്ടീഷണേഴ്സ് ഇൻ UAE ഓൾമോസ്റ്റ് എവറി പേഷ്യൻറ്റ് വേറെ സ്ഥലത്ത് തുടങ്ങിയിട്ടാണ് വരുന്നത്. സോ ഞങ്ങളുടെ സൈഡിൽ നിന്ന് വി ക്യാൻ ഓൾവേസ് കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റ് ആസ് ലോങ് ആസ് നിങ്ങളുടെ ആ ഒറിജിനൽ റെക്കോർഡ് ചെയ്ത് എന്തിനാ തുടങ്ങിയെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, എന്നെ ക്ലിപ്പ് അവർ യൂസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയർ ടു കണ്ടിന്യൂ. സോ ബേസിക്കലി അതായത് നമുക്ക് ബ്രേസേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അലൈനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ റെക്കോർഡായിട്ട് so that it is easy to follow up. ഇല്ലെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന പോലെയാണ് മിക്ക ക്ലിനിക്കിലും. ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക് പേഷ്യൻസ് ഫേസ്. ദാറ്റ് ഈ പാത്രത്തിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പാത്രം വേറെയാന്ന് പറഞ്ഞ് അവർ വന്ന് പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. സോ ദാറ്റ് ഇസ് എ ഹാർഡ്ഷിപ്പ് ഫോർ പേഷ്യൻസ്. സോ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് മൈ ഓൺലി റിക്വസ്റ്റ് ഇസ് ജസ്റ്റ് കം വിത്ത് യുവർ റെക്കോർഡ്സ് ആൻഡ് വി കൻ ട്രൈ ടു അറ്റ്ലീസ്റ്റ് കണ്ടിന്യൂ ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഫോർ യു. ഓക്കെ. ഇപ്പോൾ പല്ലിന് ഗ്യാപ്സ് വരിക എന്നുള്ളത് ക്വൈറ്റ് കോമൺ. ഒരുപക്ഷെ കുട്ടികളുടെ ഒരു ഇപ്പോൾ പാസിഫയേഴ്സ് എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഗ്യാപ്സ് ഫോം ചെയ്യാറുണ്ട് ഫോർ യങ് ചിൽഡ്രൻ. അത് കഴിഞ്ഞിപ്പോൾ അഡൾട്ട്സിലാണെങ്കിൽ ഒരുപക്ഷെ ഹെറിഡിറ്ററി ഒക്കെ കാരണം പല്ലിൽ ഗ്യാപ്സും കാര്യങ്ങളും. സോ അതിന് ഇനാമൽ ഫില്ലിങ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ബ്രേസേഴ്സും അല്ലെങ്കിൽ അലൈനേഴ്സും യൂസ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ളൊരു കറക്റ്റ് ടൈം എപ്പോഴായിരിക്കും? As long as your
teeth are healthy, age is not a consideration. You can go in for treatment either age group as long as gum health ഉണ്ട്, good dental health ഉണ്ട്, infections ഇല്ല എന്നുള്ളത്. Children's problems we generally start early, probably 6-7 years or to monitoring തുടങ്ങും. The idea is to finish your treatment and not have metal looks when you go to college. Okay. Because psychologically that is an impact, especially when you're looking at the other side. Adults നോക്കാൻ നേരത്ത് ആ നേരത്ത് പോയി ക്ലിപ്പ് ഇടണമെന്നാണ് അവരുടെ ആലോചന. അവർക്ക് ചെയ്യണമെന്നുണ്ട്. സോ അവിടെയാണ് അലൈനേഴ്സ് ഫിറ്റ് ചെയ്യുന്നത്. Because it is acceptable, it's not visible, it's made of plastic, so it's nearly invisible. Okay. So age is not a criteria as long as you're okay with everything else. Your general health is good, your gum health, teeth health is good, you can do treatment at any age. NMCയിൽ ഇപ്പോൾ കോസ്മെറ്റിക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ in dentistry, what all procedures you do? Most of the adult patients come in for cosmetic makeovers, so അവരുടെ workload general ആയിട്ട് വന്ന crowns, veneers, whitening ഇങ്ങനെ ഓരോന്നൊക്കെ. അതിൻ്റെ adjunctive ആയിട്ട് ചില പേർക്ക് പല്ല് ഇച്ചിരി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ orthodontic aligners നീക്കി അത് കഴിഞ്ഞ് അവരുടെ makeover will look better. Okay. So that is what we generally do. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വെരി റീസെന്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ആഡാണ്. ഇറ്റ്സ് എ ഫിക്സിംഗ് ടീത്ത് which you can buy online basically. അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. വിച്ച് ലൈക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നു, ഒരു ഫിക്സിങ് ടീത്ത് വെക്കുന്നു, പക്ഷെ അതിന് പ്രോപ്പർ ആയിട്ടൊരു പ്രൊസീജിയർ ഉണ്ടോ നമ്മളത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓൺലൈൻ സൈറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള സെറ്റ്സ്. പേടി വരുന്നു. ബിലീവ് ഡോക്ടർ, വെരി റീസെന്റ് ഞാൻ കണ്ടൊരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു റീലാണ്. He's fixing a teeth. Gems കണ്ടിട്ടുണ്ട്. ചിലവർ ഡയമണ്ട് ജെംസ് ലൈക്ക് സ്വരോസ്കി ക്രിസ്റ്റൽസ്, ദാറ്റ് ഈസ് എ ട്രെൻഡ്. ഒന്ന് രണ്ട് പല്ലിൽ വെക്കുന്നത്. പക്ഷേ ഇത് അതല്ല. ഐ ആക്ച്വലി സോ, എനിക്കൊന്ന് ഏതോ ഒരു കൺട്രിയാണ്, ഏത് കൺട്രിയാണെന്ന് എനിക്ക് അറിയില്ല, പ്ലാസ്റ്റിക്കില് ടീത്തിന്റെ ഷേപ്പ് കട്ട് ചെയ്തിട്ട് he has got some സ്ട്രീറ്റിൽ അയാൾ ചെയ്യുകയാണ്. China it is very popular. Some glue എടുക്കുന്നു and they fixing the teeth. അതൊക്കെ ഈ പറയുന്ന പോലെ എന്ത് ഗ്ലൂ ആണ് നമുക്കറിയില്ല, എന്ത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമുക്കറിയില്ല. സോ ഓൾ ദാറ്റ് ഇസ് സെൻഡിങ് എ മെസ്സേജ് to the generation, or you need a much whiter teeth അല്ലെങ്കിൽ much brighter, proper aligned ആയിട്ടൊരു ടീത്ത് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആഡ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ they are falling for it. പലപ്പോഴും അവർക്ക് അറിയില്ല ആ ഗ്ലൂസിനും അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക്കിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്. on a long run it's gonna definitely. Right now the consumer is finding it difficult to make choices because ingante കാര്യങ്ങൾ lots pop up. ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ ഈ aligners, we have companies which actually go straight to the patient, offer the product without any medical counseling or background, and if you take it up, I've heard that some companies offer even 40-50% discount if you make the, so that is scary. Okay. That is something that we need to watch out for. ഓക്കെ. ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു ബ്രൈറ്റർ സ്മൈൽ, അല്ലെങ്കിൽ സ്മൈലാണ് എല്ലാവരുടെയും കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പീപ്പിൾ ടെൻ ടു സ്പെൻഡ് മോർ ഓൺ ദെയർ ടീത്ത് ആൻഡ് ഹൗ ദേ ലുക്ക്. ചിരിക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്മൈൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ ജെം അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് വെക്കുന്ന ട്രെൻഡ്സും ഒക്കെ വളരെ അധികമുണ്ട്. ഡു യു തിങ്ക് ഈ ക്രിസ്റ്റൽസ് ഒക്കെ നമ്മുടെ ടീത്തിൽ വെക്കുന്നത് സേഫ് ആണോ? No, absolutely. This has been a trend from historical times. It's from 5000 BC, you will see textbooks showing gems on teeth and stuff. As long as it is done properly, there is no harm. And as you say, it is for attracting or improving your appearance. No harm as long as it is not invasive to the teeth or it doesn't damage the teeth. Funny thing which I asked my friend, എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഒരു ടീത്തിൽ ജെം ഉണ്ട്. I said, ഉറങ്ങുമ്പോ എങ്ങാനും അത് വിഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? പൊതുവെ ഒട്ടിക്കുന്നത്, അതായത് പല്ലിന്റെ സർഫസിൽ ഒട്ടിക്കുന്ന കാര്യം, അല്ലാതെ പല്ല് തുളച്ചിട്ട് വെക്കുന്നതല്ല. സോ ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് സ്റ്റക്ക് പ്രോപ്പർലി യൂസിങ് ദ റൈറ്റ് മെറ്റീരിയൽസ്, ദിസ് ഇസ് എ വെരി പോപ്പുലർ തിങ്. ഐ തിങ്ക് യു വിൽ നോട്ടീസ് ഇറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 2 out of 10 people, എസ്പെഷ്യലി ഹിയർ, ഐ എം ഷുവർ. എക്സാക്ട്ലി. ഇപ്പോൾ ഡെന്റിസ്ട്രി NMC നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്, എന്തിനൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ ഉള്ളത്? ഞങ്ങളുടെ ഡെന്റിസ്ട്രിയിൽ വി ഓഫർ അഡ്വാൻസ് ജനറൽ ഡെന്റിസ്ട്രി, ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രോബ്ലം. ജനറലി അഡൽട്ട് പേഷ്യൻസ് അവരുടെ ബൈറ്റിംഗ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പല്ലിൻ്റെ റീപ്ലേസ്മെൻറ്റ്സും പല്ല് വെക്കുന്നത് ഇതൊക്കെയാണ് പ്രിഡോമിനൻ്റ് ആയിട്ട്. അല്ലാതെ പൊതുവെ വേറെ ഒരു സൈഡിൽ ഈ ഇൻഫെക്ഷൻ കൺട്രോളും റൂട്ട് കനാൽസും തിങ്സ് ലൈക്ക് ദാറ്റ്, ആൻഡ് ദെൻ മോർ ഓർ ലെസ് മോസ്റ്റ് ഓഫ് ദ സ്പെക്ട്രം ഇസ് ഓഫേർഡ്. ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. അത് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയാണ്. അലൈനേഴ്സ് എക്സ്പെൻസീവ് ആണോ?
Yeah, it is expensive. And then the two things are if you use the technology which scans your thing and then produces a product for you which is totally customized for you. That's the reason why it is expensive. And in initial stages, probably 5-10 years, maybe with time, I think the prices may reduce. But right now, yes, what you're saying is correct. Aksar Hussein namukku message cheyittundu from Saudi Arabia. Medicated toothpasteകൾ ഉണ്ടല്ലോ, he has mentioned a brand, it's for a sensitive teeth, will make good effect on protecting the teeth for a long time. Secondly, okay, അതൊരു ലോങ് ടൈമിൽ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റുകൾ? അത് മാത്രമല്ല, ബ്രഷിംഗ് ബിഫോർ ദ ബെഡ് ടൈം മേക്സ്, ഓക്കെ, ഇത് വെച്ചിട്ട് ബ്രഷിംഗ് ബിഫോർ ബെഡ് ടൈം മേക്സ് ഇറ്റ് എ ഗുഡ് ഡിഫറൻസ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. With the medicated toothpaste. Yes. For us, generally, medicated, the word used, I'm wondering, എന്ത് മെഡിക്കേഷൻ ഇവർ യൂസ് ചെയ്യുന്നതെന്ന്. അതായത് ഇപ്പോൾ സെൻസിറ്റിവിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ യൂഷ്വലായിട്ട് സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് ടൂത്ത് പേസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്താൽ തന്നെ അതൊരു 5 to 7 days പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. And then afterwards ആ സിംറ്റംസ് കുറയാൻ നേരത്ത് then you stop the use എന്നുള്ളത്. അത് കുറഞ്ഞിട്ടില്ലെങ്കിൽ then there is something else that is causing it which needs different type of approach and attention എന്നുള്ളത്. So the problem here is that ഈ commercial marketing ചെയ്ത് regular use ആവാൻ നേരത്ത് there may be certain issues which are genuine which is not seen because the sensitivity paste has actually masked it or covered it എന്നുള്ളത്. So ആ ഒരു caution കൊണ്ട് I'd say just use your regular toothpaste. പക്ഷേ അല്ലാതെ തന്നെ ഇങ്ങനത്തെ പേസ്റ്റിൽ അവരുടെ റെക്കമെൻഡേഷനും will only be for short term use. I don't think they will have anything for long term. Okay, Askar, I hope you got an answer. പിന്നെ ഈ ഗം ഹെൽത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഗം ബ്ലീഡിങ് കുട്ടികൾക്കും വലിയവരിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്. ഈ ഗം ബ്ലീഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? Generally from plaque and calculus, അതായത് food deposits which have been there for a long time which has not been cleaned out properly. So the longer it stays, the gum is irritated and then it becomes inflamed and then bleeding comes as a consequence. So നമ്മൾ ബ്രഷ് ചെയ്യാൻ നേരത്ത് പൊതുവെ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് bleeding gums are, and we think something is wrong. Ideally, if you brush it out, it should be okay. But this is one instance where it will be nice for you to come for a checkup. Okay. Before we wind up, ഒരു ക്വിക്ക് ഒരു ചോദ്യമല്ല, ഒരു ക്വിക്ക് ആയിട്ടുള്ള ഇത്, നമ്മളൊരു പ്രോപ്പർ ബ്രഷിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്? I think നമ്മൾ യൂഷ്വലായിട്ട് അതിനൊരു ചോദ്യം എന്ന് പറയാൻ പറ്റും. ഞാൻ അത് ആലോചിച്ചു, അതൊരു ചോദ്യമല്ല, അതൊരു എല്ലാവർക്കും അറിയാമെന്ന് പലരും വിചാരിക്കുന്നതും എന്നാൽ നമ്മൾ തെറ്റായി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഒരു പക്ഷേ ബ്രഷ്. സെന്റൻസിൽ പറയണമെങ്കിൽ പല്ല് തേച്ചെടുക്കല്, പല്ല് മസാജ് ചെയ്യുന്ന പോലെ യൂസ് യുവർ ടൂത്ത് ബ്രഷ് ഐ വിൽ സേ. സോ സർക്കുലർ മോഷൻസ് ഓൾ അറൗണ്ട് വിൽ ബി നൈസ് ഫോർ യു, ആൻഡ് ബ്രഷിംഗ് ഓൺ ദ ബൈറ്റിംഗ് സർഫസസ് യു ക്യാൻ ബി ഓൺ ദ സ്ലൈറ്റ്ലി ഹാർഷർ ഓർ സ്ട്രോങ്ങർ സൈഡ്. അല്ലാതെ ജനറലി circular motions I'll recommend with a soft toothbrush. ഒരു ടീത്തിന്റെ ഒരു റൂട്ടീൻ, ഇപ്പോൾ നമ്മൾ മോർണിംഗ് സ്കിൻ റൂട്ടീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ടീത്തിനുള്ള ഒരു റൂട്ടീൻ എങ്ങനെയായിരിക്കും? യു സ്റ്റാർട്ട് വിത്ത് ബ്രഷിംഗ് യുവർ ടീത്ത് ആൻഡ് ദെൻ ഫ്ലോസ്, അങ്ങനെ. Flossing at least once or twice in a week if you can do is great. Brushing definitely twice a day, and whatever you eat or drink, make sure you rinse out nicely with water at least 5-10 times. Carry a mouthwash if you're conscious of your breath and not offending anybody. Yeah, very true. ഈ പറഞ്ഞതുപോലെ പലരും പല കണ്ടീഷൻസ്, ടീത്തിൽ ഈ പറഞ്ഞ പോലെ ഗം ബ്ലീഡിങ് എക്സസീവ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു മൗത്ത് വാഷ് എപ്പോഴും ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ദാറ്റ്സ് എ പ്രോപ്പർ ടീത്ത് റൂട്ടീൻ അല്ലേ. ആൻഡ് എത്ര മിനിറ്റ് ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത്, ഇപ്പോൾ ചിലരുണ്ട് 5-6 മിനിറ്റ് അല്ലെങ്കിൽ 7-8-10 മിനിറ്റ് വരെ ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓയിൽ പുള്ളിങ് ചെയ്യുന്നവരുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ്? വാട്ട് ഇസ് ദ എക്സാക്ട് സ്റ്റെപ്പ് ഫോർ ദാറ്റ്? Brushing, as long as you're doing for a minimum of 2 minutes, I think you're more or less covered anything. More than that, ഞാൻ പറഞ്ഞ പോലെ പല്ലിൻ്റെ ഇത് തേഞ്ഞു പോകുന്നതാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാൻ നേരത്ത്. സോ സോഫ്റ്റ് ബ്രഷ് somewhere around 2 to 3 minutes is good. Oil pulling is something which has come recently, but it has some health benefits which have been studied, but although I'm not too sure about whether I can quote any of them today. Okay, all right. So thank you so much, Dr. Abraham. So in the radio clinical nammale kude join cheythathu Dr. Abraham Vinod, specialist orthodontist from NMC Royal Medical Center, Ras Al Khaimah. Thank you so much. Thank you, ma'am.